ജീവിതം ഇന്നു മുതൽ അനുനിമിഷം ആനന്ദമയമാക്കൂ. ഇന്നു മുതൽ മനസ്സിലിനി ശാന്തി എന്നയക്കും. നേരമായി മാറിയിടുവാൻ സമയമായി ചെയ്തു തീർക്കുവാൻ ദൈനംദിന ജീവിതമിനി ആനന്ദകരമാകൂ. ആനന്ദിക്ക് ഓരോ ദിവസവും ജീവിതത്തിലേക്ക് സ്വാഗതം. ജീവിതത്തെക്കുറിച്ചുള്ള വീക്ഷണത്തെ മാറ്റാനായി ജനങ്ങളെ സഹായിക്കാൻ ഈ മാസം മാറ്റിവെച്ചിരിക്കുകയാണ്. അതിനായി ഒരു ഉടമ്പടി എടുക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞങ്ങൾ താഴ്മയുള്ള മനോഭാവത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് വളർത്തിയെടുക്കാൻ കഠിനമായ ഒരു മനോഭാവമാണ്. നാം എല്ലാവരും ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ഏറ്റവുമധികം അഹംഭാവമുള്ളവരായിട്ടാണ് ജനിക്കുന്നത്. തോൽവിക്ക് മുൻപ് അഹംഭാവം ഉണ്ടാവും എന്ന് ബൈബിൾ പറയുന്നു. പക്ഷേ മുന്നേറ്റത്തിന് മുൻപ് താഴ്മ ഉണ്ടാവും. ദൈവം തക്ക സമയത്ത് നമ്മെ ഉയർത്താനായി അവൻ്റെ ശക്തിയുള്ള കരങ്ങൾക്ക് കീഴെ താഴ്മയുള്ളവരായിരിക്കുന്നത് എങ്ങനെയെന്ന് നാം പഠിക്കേണ്ടതാണ്. താഴ്മയുള്ള മനോഭാവത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആവുന്നത്ര നിങ്ങൾ പഠിക്കുക. അത് ജീവിതം കൂടുതലായി സന്തോഷിക്കാൻ സഹായിക്കുന്നതാണ്. നല്ല മനോഭാവത്തിന് ചീത്ത പരിതസ്ഥിതിയെ നന്നാക്കാം. ഒരു ചീത്ത മനോഭാവത്തിന് ഒരു നല്ല പരിതസ്ഥിതിയെ മോശമാക്കാം. നമ്മുടെ മനോഭാവം, നാം ഏത് തരത്തിലുള്ള മനോഭാവത്തോടെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന ഒരു വികാരമല്ല. പകരം നമ്മുടെ മനോഭാവം നാം എടുക്കുന്ന തീരുമാനമാണ്. നിങ്ങളോട് സഹതാപം തോന്നണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മറ്റാർക്കെങ്കിലും ലഭിക്കുന്ന സമയത്ത് അവരോട് അസൂയ തോന്നണമെന്ന് തിരഞ്ഞെടുക്കുമോ, അതോ അതിനെതിരായി നിങ്ങൾ യുദ്ധം ചെയ്ത് അത്തരമൊരു മനോഭാവം ജീവിതത്തെ ഭരിക്കാൻ അനുവദിക്കാതിരിക്കുമോ? പ്രതികൂലമായ ചുറ്റുപാടുകളിൽ നാം അനുകൂലമായിരിക്കും എന്ന് തീരുമാനിക്കും. ഇന്ന് നിങ്ങളോട് ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന മനോഭാവം ഇതാണ്. ആത്മാവിൻ്റെ ഫലം എന്ന ഈ മനോഭാവത്തെക്കുറിച്ച് പല ലേഖകന്മാരും എഴുതാറുണ്ട്. ഇത് ഓരോ ക്രിസ്ത്യാനിയും പരിപൂർണ മനസ്സോടെ അന്വേഷിക്കേണ്ട ഒരു മനോഭാവമാണ്. താഴ്മയുള്ള മനോഭാവത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. താഴ്മ അഹങ്കാരത്തിൻ്റെ നേരെ എതിരാണ്. അഹങ്കാരത്തിൻ്റെ നിർവചനം പൊങ്ങച്ചം ഭാവിക്കുക എന്നാണ്. ഇത് ദയവായി ശ്രദ്ധിക്കണം. ഉള്ളതിലുമുപരി നിങ്ങളെക്കുറിച്ച് ഭാവിക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഉള്ളതിനേക്കാൾ കൂടുതലായി നിങ്ങളെക്കുറിച്ച് ഭാവിക്കുമ്പോൾ സാധാരണയിൽ കവിഞ്ഞ് മറ്റുള്ളവരെക്കുറിച്ച് കുറവായി ചിന്തിക്കാൻ ഇടയാവുന്നതാണ്. നമ്മുടെ സമൂഹത്തിലും ദേവാലയങ്ങളിലും ഒരു വലിയ പ്രശ്നമുണ്ട്. ജനങ്ങൾക്ക് ജനങ്ങളെ ബഹുമാനിക്കാൻ അറിയാതെ പോകുന്നു. ബഹുമാനവും ആദരവും ഇന്നെവിടെയോ മറഞ്ഞിരിക്കുകയാണ്. ആത്മീക അധികാരത്തിന് ഇന്ന് വേണ്ടത്ര വിലയില്ല. നേതാക്കന്മാരോട് വേണ്ടത്ര ബഹുമാനമില്ല. വ്യക്തികളോട് വേണ്ടതുപോലെ ബഹുമാനം കാണിക്കുന്നില്ല. ദൈവമാണ് ബഹുമാനത്തിന് ഏറ്റവും കൂടുതൽ അർഹൻ. ബഹുമാനമില്ലായ്മ അഹങ്കാരത്തിൻ്റെ ആത്മാവാണ്. ഞാൻ എന്തിനു നീ പറഞ്ഞു കേൾക്കണം? നീ എന്നേക്കാൾ മികച്ചവനല്ലോ. നിങ്ങളെക്കാൾ മികച്ചവരാണോ മറ്റുള്ളവർ എന്നതല്ല പ്രധാനം. ദൈവത്തിൻ്റെ വിശുദ്ധ കൽപ്പനയാണ്. നാം എന്ത് ചെയ്യണമെന്നത് ആരും പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്ന നിമിഷം തന്നെ നമുക്കൊരു പ്രശ്നമുണ്ട്. നാം എപ്പോഴും പഠനത്തിനുള്ള ആത്മാവ് നിലനിർത്തണം. ഒരാളെ ഒന്നും പഠിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അയാൾക്ക് അഹങ്കാരം എന്ന ഒരു പ്രശ്നമുണ്ട്. ഇത് ആർത്ത് ഘോഷിച്ച് ചിരിച്ച് ഹല്ലേലൂയ എന്ന് പറയത്തക്ക ഒരു സന്ദേശമല്ല. ഇതുപോലെയുള്ള കാര്യങ്ങൾ എല്ലാവരും കേട്ടിരിക്കണം. ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടില്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാവണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ജീവിതം ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം വേദപുസ്തകം ഇങ്ങനെ പറയുന്നു: നിങ്ങളെ ഉയർത്തുന്ന ദൈവത്തിന്റെ ശക്തിയുള്ള കരങ്ങൾക്ക് കീഴെ താഴ്ന്നിരിപ്പിൻ. അഹങ്കാരത്തിന്റെ ആത്മാവുള്ളവർ എപ്പോഴും തങ്ങളെ തന്നെ ഉയർത്താൻ ശ്രമിക്കും. അവർ എത്താൻ തയ്യാറായിട്ടില്ലാത്ത ഉയരത്തിൽ സ്വയം പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അഹങ്കാരത്തിന്റെ ആത്മാവുള്ളവർ തയ്യാറാവുന്നതിന് മുൻപ് അവർ എല്ലാറ്റിനും തയ്യാറായി എന്ന് കരുതാറുണ്ട്. ഞാൻ എന്നെ ഒരിടത്ത് സ്ഥാപിക്കുകയാണെങ്കിൽ ഇതെല്ലാവർക്കും സാധിക്കും. എന്നെ അവിടെ തന്നെ നിലനിർത്താനുള്ള ജോലി എനിക്കുണ്ട് എന്നത് ഞാൻ മനസ്സിലാക്കി. ഇതാതികഠിനമായ പ്രവൃത്തിയാണ്.
എന്നെ വിശ്വസിക്കൂ, ദൈവഹിതമല്ലാത്ത സ്ഥലത്ത് നിങ്ങളെ സ്ഥാപിക്കാൻ ശ്രമിക്കരുത്. ദൈവം നിങ്ങളെ സ്ഥാപിച്ചാൽ അവൻ നിങ്ങളെ നിലനിർത്തും. അവൻ അതിനുള്ള കൃപ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇവിടെ കയറി നിൽക്കുന്ന എനിക്ക് കഠിനമല്ല. 10 കോടി ജനങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് എനിക്കിത് ചെയ്യാനാവും. എന്നെ അത് ശല്യപ്പെടുത്തില്ല. എന്തുകൊണ്ട്? കാരണം ദൈവം എന്നെ ഇവിടെയാക്കി. ഇവിടെ ഇരിക്കാൻ ദൈവം എനിക്ക് വരം നൽകി. ഞാൻ പലപ്പോഴും പ്രസംഗിക്കുമ്പോഴെല്ലാം വളരെ അത്ഭുതപ്പെടാറുണ്ട്. ഞാൻ എന്റെ ദൈനംദിന ജീവിതത്തിൽ ഒരിക്കലും തമാശക്കാരിയല്ല. ഞാൻ വ്യക്തിത്വത്തെക്കുറിച്ച് പരീക്ഷിച്ചപ്പോൾ എനിക്ക് ഒരേ ഒരു പോയിന്റ് കിട്ടിയുള്ളൂ. എപ്പോഴും തമാശ പറയുന്ന പലരുമുണ്ട്. എനിക്ക് കിട്ടിയ പോയിന്റ്സ് എല്ലാം ജോലിക്കും ഭരണത്തിനും നിയന്ത്രണത്തിനും വഴിനടത്തലിനും ഒക്കെയായിരുന്നു. പക്ഷേ പ്രസംഗിക്കുമ്പോൾ പറയുന്ന തമാശകൾ എന്നെ അത്ഭുതപ്പെടുത്തും. ഞാൻ തമാശകൾ പ്ലാൻ ചെയ്യാറില്ല. ഞാൻ എന്താണ് ചിന്തിക്കാറെന്ന് നിങ്ങൾക്കറിയാമോ? ഇതൊരിക്കലും തമാശയല്ല. കാരണം താഴ്മയിലും അഹങ്കാരത്തിലും തമാശയ്ക്ക് ഒരു വഴിയുമില്ല. എന്നാൽ നാം ഈ കഠിനമായ സത്യത്തെ അംഗീകരിക്കുമ്പോൾ അത് സന്തോഷിക്കാനും ദൈവം സഹായിക്കുന്നതാണ്. ഒരു സ്ത്രീ പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ എന്നെ മരിക്കാനും ചിരിപ്പിക്കാനും നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കൂ. ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കായി പല ത്യാഗങ്ങളും ചെയ്യാൻ തയ്യാറാവുന്നുണ്ട്. ജോലി കഠിനമാണ്, യാത്രയും കഠിനമാണ്. പക്ഷേ അത് യഥാർത്ഥത്തിൽ കഠിനമല്ല. കാരണം നാം അല്ല സത്യത്തിൽ അത് ചെയ്യുന്നത്. ദൈവകൃപയാണ് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത്. തൽക്കാലം ഞാൻ അതിലേക്ക് കടക്കാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഓർമ്മിക്കണം, ദൈവം നമ്മെ വെക്കാത്ത സ്ഥാനത്തിരിക്കാൻ ആഗ്രഹിക്കരുത്. വെറുതെ ഇരുന്ന് മറ്റുള്ളവർക്കുള്ളത് കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കരുത്. കാരണം നമുക്കത് വിധിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ അവിടെ ഇരുത്തും. നിങ്ങൾ തയ്യാറാവുന്നതിന് മുൻപ് ഒരു സ്ഥാനത്തെത്താൻ വേണ്ടി ശ്രമിക്കരുത്. ദൈവത്തിന്റെ ശക്തമായ കരങ്ങൾക്ക് കീഴിരിപ്പിൻ. നിങ്ങളെ തന്നെ താഴ്ത്തുവിൻ. ഞാൻ ഒന്ന് പറയാം, ആദ്യം ദൈവം നമ്മെ ഒരു കാര്യം സ്വയം ചെയ്യാൻ അനുവദിക്കും. നമുക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ ദൈവം നമുക്കായത് ചെയ്യും. നാം അവന്റെ സ്വകാര്യ തിരുത്തൽ സ്വീകരിച്ചില്ലെങ്കിൽ അവൻ നമ്മെ പബ്ലിക്കിൽ വെച്ച് തിരുത്തും. ഇത് വളരെയധികം വേദന ഉളവാക്കുന്ന ഒന്നായിരിക്കും. വേദനിപ്പിക്കുന്ന അനുഭവം. ദൈവം ചില കാര്യങ്ങളെക്കുറിച്ച് എത്ര പ്രാവശ്യം കൈകാര്യം ചെയ്തിട്ടുണ്ട്? നാം കേൾക്കില്ല. പിന്നീട് ഏതെങ്കിലും മേലധികാരികൾ നമ്മെ പരസ്യമായി തെറ്റിദ്ധരുത്തും. അപ്പോൾ നമുക്ക് നാണക്കേട് തോന്നാൻ ഇടയാവും. അതുകൊണ്ട് ആദ്യം നാം ദൈവം പറയുന്നത് കേൾക്കണം. ദൈവം പറയുന്നത് അനുസരിക്കുമ്പോൾ നമുക്ക് നന്മയുണ്ടാവുന്നതാണ്. അഹങ്കാരം ഒരു വലിയ പ്രശ്നമാണ്. കാരണം അഹങ്കാരമുള്ളവർ അവർ അഹങ്കാരികളാണെന്ന് കരുതാറില്ല. അഹങ്കാരത്തെക്കുറിച്ചുള്ള ടേപ്സ് വിൽക്കില്ല. കാരണം അത് ആവശ്യമുള്ളവർക്ക് ആ ടേപ്സ് വാങ്ങാൻ അഹങ്കാരം സമ്മതിക്കുന്നില്ല. നിങ്ങളെക്കുറിച്ച് ഉയർന്നതായി ചിന്തിക്കാൻ തക്കതെല്ലാം ഉണ്ടെങ്കിൽ അഹംഭാവത്തിന്റെ ആത്മാവ് ഉണ്ടായിരിക്കണം എന്നർത്ഥമില്ല. അടിസ്ഥാന തത്വം ഇതാണ്. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന മനോഭാവം ഉണ്ടായിരിക്കണം. ഞാൻ അതിനെ എല്ലാം ഒന്നുമില്ലെന്ന മനോഭാവം എന്ന് പറയും. യേശുവിൽ ഞാൻ എല്ലാമാണ്, അവനെ കൂടാതെ ഞാൻ ഒന്നുമല്ല. നിന്നേക്കാൾ ഞാൻ മികച്ചവനല്ല, നിന്നേക്കാൾ ഞാൻ മോശവുമല്ല. ഞാൻ നിന്നേക്കാൾ ഉയർന്നവനല്ല, നിന്നേക്കാൾ താഴ്ന്നവനുമല്ല. നമ്മെക്കുറിച്ച് ഉയർന്ന ആശയങ്ങൾ നമുക്കൊരിക്കലും ഉണ്ടാവരുത്. ഇവിടെ ഇരിക്കുന്ന നമ്മിൽ പലർക്കും അഹങ്കാരം എന്ന പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നെനിക്കറിയില്ല. ഒരല്പം അതിനെക്കുറിച്ച് പറഞ്ഞ ശേഷം അഹങ്കാരമുണ്ടോ എന്നറിയാനുള്ള 10 വഴികളെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അവ നിങ്ങൾ എഴുതിയെടുക്കണം. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത് തലപൊക്കുമ്പോൾ ഇങ്ങനെ പറയാനാവും, ഓ അതാ എന്നെ നശിപ്പിക്കാനുള്ള മനോഭാവം വീണ്ടും വരുന്നു. ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, നാശത്തിന് മുൻപ് അഹങ്കാരം ഉണ്ടാവും, അതേപോലെ തന്നെ മുന്നേറ്റത്തിന് മുൻപ് താഴ്മയുണ്ടാവും. ഇതിന്ന് മനസ്സിലാക്കൂ. അഭിവൃദ്ധിക്ക് മുൻപ് എപ്പോഴും താഴ്മ എന്നൊന്ന് ഉണ്ടാവുന്നതാണ്. നിങ്ങളുടെ വഴിയിൽ എപ്പോഴും പരീക്ഷണങ്ങൾ ഉണ്ടാവും. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാൻ സ്വയം താഴ്മയുള്ളവരായിരിക്കത്തക്ക ഒരു പരിസ്ഥിതി നിങ്ങൾക്കുണ്ടാവും. അധികാരികൾക്ക് കീഴടങ്ങാതിരിക്കുകയാണെങ്കിൽ ഒരിക്കലും അധികാരികളാവാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല. താഴ്മ എന്നാൽ ആരെങ്കിലും ചെയ്യാൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുക എന്നതല്ല, പകരം നിങ്ങളത് ചെയ്യണം. എന്നാൽ അത് ചീത്ത മനോഭാവത്തോടെയല്ല, യഥാർത്ഥ കീഴടങ്ങൽ. നിങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നല്ല മനോഭാവത്തോടെ ചെയ്യുക എന്നതാണ്. ഭർത്താവിനോട് ശരിയായ മനോഭാവം പുലർത്തുന്നത് എങ്ങനെയെന്ന് ഞാൻ പഠിച്ചു. ഇതിനെക്കുറിച്ച് എന്താണ് എനിക്ക് തോന്നിയതെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ ഇത് ഉപകരിക്കും.
പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ ധാരാളം സ്ത്രീകളെ ഏൽപ്പിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്നറിയാം. എന്നാൽ അവരുടെ വരങ്ങളിൽ പ്രവർത്തിച്ച വിവാഹബന്ധങ്ങളിൽ കീഴടങ്ങിയിരിക്കുമ്പോൾ അവർക്ക് അധികാരങ്ങൾ ഏറ്റെടുക്കാൻ കഴിയില്ല. വീട്ടിൽ വിപ്ലവാസക്തയായ ഒരു ഭാര്യയായിരുന്നാൽ എനിക്ക് മിനിസ്ട്രി നടത്താനാവുമോ? ദൈവം അത് സഹിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല, ദൈവം ഇത് സഹിക്കില്ല. കീഴടങ്ങാൻ എനിക്കായി ദൈവം നൽകിയ അധികാരികൾക്ക് കീഴടങ്ങുന്നത് എൻ്റെ അഭിഷേകത്തിന്റെ ഒരു ഭാഗമാണ്. ഡേവ് ഇതിൽ തലയിടാറില്ല, കാരണം ഞാൻ വരത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാം. ഇവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു തരാറില്ല. പക്ഷേ ഇന്നലെ രാത്രി ഞാൻ ഇവിടെ വന്ന ശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഇവിടെ കയറി വന്ന് എന്തോ പറയാൻ തുടങ്ങി. ഞാൻ ഉടനെ പിൻവാങ്ങി. ഡേവ് എപ്പോഴും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും ശരിയായിരിക്കില്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കും. അതായത് ഞാൻ ഇവിടെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നിൽ വരം നിറഞ്ഞൊഴുകും. അദ്ദേഹം ആ വരത്തെ ബഹുമാനിക്കുന്നു. എന്നെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം എൻ്റെ കവചമാണ്. ഞാൻ പ്രസംഗിക്കുന്ന ഓരോ നേരവും അദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ടാവും. ഓരോ സമയവും അദ്ദേഹം ഇവിടെ ഉണ്ടാവും. ഇത് മാത്രം പോരെ എനിക്ക്. ഇതിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. എൻ്റെ പല കുടുംബാംഗങ്ങളും ഏതാനും സുഹൃത്തുക്കളും എൻ്റെ മീറ്റിങ്ങിന് വരുന്നത് എന്നെ ശക്തിയാക്കുന്നു. നാം തമ്മിൽ ശക്തി വലിച്ചെടുക്കുന്നു. ഭർത്താവിനോട് വഴക്കിട്ട് തർക്കിച്ചുകൊണ്ട് ഇവിടെ വന്ന് നിന്നുകൊണ്ട് ആത്മീയത കാണിക്കാൻ പറ്റില്ല. ഇത് ആർക്ക് കേൾക്കാനുള്ളതാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ആർക്കോ ഇത് വേണം. ഇത് ശ്രദ്ധിക്കൂ. ദൈവം നിങ്ങളെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ അഭിഷേകിക്കും. നിങ്ങളെ ശരിപ്പെടുത്താൻ ഒരു അധികാരിയെ ഏർപ്പാടാക്കും. എപ്പോഴാണ് അതിലാവേണ്ടതെന്നും കീഴടങ്ങേണ്ടത് എപ്പോഴാണെന്നും നിങ്ങൾ അറിയും. ഞാൻ ഇവിടെ നിൽക്കുന്നു, ജോയ്സ് മേയർ എന്ന TV ഉപദേഷ്ടാവ്. പക്ഷേ എൻ്റെ വീട്ടിലോ ഞാൻ ഡേവിൻ്റെ ഭാര്യയാണ്. ജനങ്ങൾ ഡേവിനോട് എപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾ ജോയ്സ് മേയറുടെ ഭർത്താവാണല്ലേ? അദ്ദേഹം പറയും, അല്ല, അവൾ എൻ്റെ ഭാര്യയാണ്. ആമേൻ. ഞാൻ ജോലിയിൽ തുടരണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു സ്ഥലത്ത് തന്നെ എനിക്ക് കുറെ കാലം ജോലി ചെയ്യേണ്ടി വന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ പലപ്പോഴും ശരിയായി പെരുമാറപ്പെട്ടിരുന്നില്ല. ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ചെയ്യാൻ ദൈവം അനുവദിക്കുന്നതിന് മുൻപ് ചെയ്തിരിക്കാമായിരുന്നു എന്ന് കരുതി. ഞാനിത് വീണ്ടും പറയാം. അധികാരത്തിന് കീഴടങ്ങാൻ നാം പഠിക്കണം. കൂടാതെ അധികാരം ലഭ്യമാക്കുന്നതിന് മുൻപ് അധികാരത്തിന് കീഴടങ്ങാൻ നാം പഠിച്ചിരിക്കണം. താഴ്മ എന്നത് എപ്പോഴും മുന്നേറ്റത്തിൻ്റെ മുൻപിൽ ഉണ്ടാവും. താഴ്മ എന്നത് അധികാരികൾ നിങ്ങളോട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന കാര്യം ചെയ്യുന്നതും പിന്നീട് എല്ലാവരോടും അവരറിയാതെ അവരെപ്പറ്റി പരദൂഷണം പറയുന്നതുമല്ല. ഏതായാലും ചിലർക്ക് ഇത് കേട്ടപ്പോൾ വളരെ സന്തോഷമായല്ലേ? ഇത്തരം സന്ദേശങ്ങൾ പ്രസംഗിക്കുമ്പോൾ 2 or 3 പേർ അതിനെ അനുമോദിക്കുന്നത് എനിക്കിഷ്ടമാണ്. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജഡത്തിന് കഠിനമാണ്. ആർക്കും ഇന്ന് എന്ത് ചെയ്യണം എന്ന് പറയുന്നത് ഇഷ്ടമല്ല. പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാൻ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ കേൾക്കാൻ ഇഷ്ടമല്ല. ആരെങ്കിലും നിങ്ങൾ അംഗീകരിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടില്ല. കാരണം അവരായിരിക്കും നിങ്ങളുടെ മേലധികാരികൾ. അതാണ് ഇഷ്ടക്കുറവ്. ദൈവത്തെക്കുറിച്ചുള്ള ഭയമുണ്ടാക്കുന്ന പുസ്തകം വായിക്കാൻ ഇഷ്ടമാണോ? സ്പിരിച്വൽ അതോറിറ്റി എന്ന വാച്ച്മാൻ നീ എഴുതിയ പുസ്തകം നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ആരാണ് അധികാരി എന്ന് കണ്ടുപിടിക്കാനായി ചെല്ലുമ്പോൾ വിശ്വാസികൾ ഓരോരുത്തരും ചെയ്യേണ്ട ഒന്നാമത്തെ ജോലി എന്താണ് എന്നതിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഉടനെ അധികാരത്തിന് കീഴടങ്ങുമെന്ന് തീരുമാനിക്കുക. ദൈവം അധികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു ദൈവിക കൽപ്പനയാണ്. എനിക്ക് അയാളെ ബഹുമാനിക്കാനാവില്ല. ചിലപ്പോൾ നമുക്ക് ഓഫീസുകളെ ബഹുമാനിക്കേണ്ടി വരും. ഇന്ന് പല വിഭാഗങ്ങൾക്കും യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പ്രസിഡന്റിന്റെ ഓഫീസിനെ ബഹുമാനിക്കാൻ സാധിക്കാതെ പോകുന്നുണ്ട്. ആരെങ്കിലും TV-യിൽ പ്രസിഡന്റിനെ എന്തിനെങ്കിലും കളിയാക്കുന്നത് കണ്ടാൽ ഉടനെ അവരെ ജയിലിൽ അടയ്ക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. നാം ലോകത്തിലാണെങ്കിലും ലോകരെ പോലെ അല്ലെന്ന് ബൈബിൾ പറയുന്നു. അതായത് ലോകത്തോടൊന്നിച്ച് നാം ഒഴുകാൻ പാടില്ല. നാം എഴുന്നേറ്റ് നിന്ന് നേരായത് ചെയ്യണം. ഇതിനെക്കുറിച്ച് എനിക്കിപ്പോൾ നല്ല ശക്തി തോന്നുന്നുണ്ട്. ഞാൻ കരുതിയിരുന്നതിനേക്കാൾ അധികം ശക്തി എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ പ്രസംഗം തുടങ്ങുമ്പോൾ അഭിഷേകം വരുന്നു. ഇപ്പോൾ ദൈവത്തിന്റെ ഹൃദയം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. നാം അധികാരികളോട് ബഹുമാനം കാണിക്കാൻ തുടങ്ങണം.
അധികാരത്തോട് മതിപ്പുണ്ടാവണം. ദൈവം അധികാരത്തിൽ നിയമിച്ചിരിക്കുന്ന വ്യക്തികളെ നാം ബഹുമാനിക്കണം. മക്കൾ മാതാപിതാക്കളോട് എപ്പോഴും തർക്കിച്ചും അവരോട് കയർത്ത് സംസാരിച്ചും കൊണ്ടിരിക്കരുത്. മാതാപിതാക്കളും മക്കളെ ബഹുമാനിക്കണം. നിങ്ങളുടെ അസ്വസ്ഥതകളെ മക്കളോട് കാണിക്കാൻ ശ്രമിക്കരുത്. കുടുംബത്തിൽ ഒരു വിശുദ്ധ കൽപ്പനയുണ്ട്. അതായത് ഡേവും ഞാനും ഒരു കാര്യത്തെക്കുറിച്ച് യോജിക്കുന്നില്ലെങ്കിൽ ഒരു തീരുമാനം എടുത്തേ തീരൂ. പക്ഷെ അതിനായി കാത്തിരിക്കാനായില്ലെങ്കിൽ ബൈബിൾ പ്രകാരം ഞാൻ പിൻവാങ്ങി തീരുമാനമെടുക്കാൻ അദ്ദേഹത്തെ അനുവദിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ചെല്ലാത്ത നാണയമാണ്. എനിക്ക് ഒരിക്കലും അഭിപ്രായം പറയാൻ യോഗ്യതയില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ അധികമൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ അങ്ങനെ നടക്കുന്ന ചില സമയങ്ങളും ഉണ്ട്. ആരെങ്കിലും ഒരാൾ നേതാവാകണം. എല്ലാവർക്കും മേലധികാരിയാവാൻ ഒരിക്കലും സാധിക്കില്ല. എൻ്റെ ബോസ് ഒരു വിഡ്ഢിയാണ്, അതിനെക്കുറിച്ച് എന്ത് ചെയ്യണമെന്ന് ബൈബിൾ പറയുന്നുണ്ട്. നിങ്ങളെ വിഷമിപ്പിക്കത്തക്കതായ ചില വചനങ്ങൾ ബൈബിളിൽ പറയുന്നുണ്ട്. അതെന്താണെന്നറിയാമോ? 1 പത്രോസ് 2, നിങ്ങൾ സഹകരിക്കാൻ കഠിനമായ ഒരു യജമാനെ സേവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കീഴടങ്ങി നല്ല മനോഭാവത്തോടെ അവർക്ക് സേവ ചെയ്യുക. ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങാൻ വളരെ ആഗ്രഹിച്ചു. ഓടിപ്പോവണമെന്നുണ്ടായിരുന്നു. പുറത്തു കടക്കണം. എന്നോട് ശരിയായി പെരുമാറിയിരുന്നില്ല. എനിക്ക് വേണ്ടത്ര ശമ്പളം നൽകിയിരുന്നില്ല. എന്നെ അനുമോദിച്ചിരുന്നില്ല. ഞാൻ പറയുന്ന ആർക്കെങ്കിലും മനസ്സിലായോ? തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുന്ന സർവശക്തന്റെ ബലമുള്ള കൈകൾക്ക് കീഴെ കീഴടങ്ങുവിൻ. യഥാർത്ഥമായ മുന്നേറ്റം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ ഇനിയും പ്രവർത്തിക്കാൻ തയ്യാറാവാത്ത ഒരു കാര്യത്തിനായി നിങ്ങളുടേതായ വഴി ശ്രമിച്ചു നോക്കാതിരിപ്പിൻ. അതായത് അഹങ്കാരം എന്നാൽ അർത്ഥം ഇതാണ്: സ്വന്തം മഹിമയെക്കുറിച്ച് യാതൊരു കാരണവുമില്ലാതെ പൊങ്ങച്ചം പറയുക എന്ന്. ബുദ്ധി, സൗന്ദര്യം, ധനം ഇവയെക്കുറിച്ചുള്ള അഹങ്കാരം. നാം ഇത് വായിക്കുമ്പോൾ കരുതും എന്നെക്കുറിച്ച് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഈ പറഞ്ഞ തീർച്ചയായും എന്നെക്കുറിച്ചല്ല. ഞാനൊരു കാര്യം പറയട്ടെ. അഹങ്കാരമാണ് ന്യായവിധിയുടെ വേര്. ഒരാളെക്കുറിച്ച് നാം വിമർശിക്കുന്ന വിധത്തിൽ അഭിപ്രായം പറയുന്നത് അഹങ്കാരം എന്ന വേരുകൊണ്ടാണ്. ന്യായവിസ്താരം എന്നത് ദേവാലയത്തിൽ ഇന്ന് വലിയൊരു പ്രശ്നമാണ്. ആമേൻ. ജനങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അവരുടേതായ എല്ലാ അഭിപ്രായങ്ങളും അഹങ്കാരത്തിൽ വേരൂന്നിയവയാണ്. ഒന്നും അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പോലും ഇന്നുള്ള ജനങ്ങൾ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഞാനാവാനാകുമോ? എന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കില്ല. നിങ്ങൾ ഇത് ചെയ്യാൻ വിളിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് താഴെ ഇരുന്നുകൊണ്ട് നിങ്ങൾ ആരാണോ അവരാകാൻ സാധിക്കും. ബാക്കിയുള്ള ഉത്തരവാദിത്വമെല്ലാം എനിക്കാണ്. ഞാൻ ചെയ്യുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ എനിക്കായി പ്രാർത്ഥിക്കൂ. ഞാൻ വളച്ചൊടിക്കാതെ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ന് രാത്രി നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമെന്ന് നിശ്ചയമായി പറയാനാവുമോ? ദൈവത്തോടൊത്ത് നിങ്ങൾ എവിടെ ഉണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്? യേശുവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ? നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പ്രോഗ്രാമിൽ വെച്ച് ഇന്ന് നിങ്ങൾക്കത് തീർച്ചയായും ചെയ്യാം. യേശുക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവവുമായി വളരെ അടുത്ത ഒരു ബന്ധമുണ്ടാക്കാം. അവൻ നമ്മുടെ എല്ലാ പാപങ്ങൾക്കുമുള്ള വില നൽകി നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. നമുക്കായി അവൻ രക്തം ചിന്തി. അത് വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് ദൈവവുമായി നേരെയാക്കപ്പെടാനാവും. എന്നിട്ട് ശാശ്വതമായ സുരക്ഷിതത്വം തീർച്ചയാക്കാം. ഞാൻ നിങ്ങളോട് സ്വയം ചോദിക്കാൻ ആവശ്യപ്പെടുന്നു, എനിക്ക് ദൈവവുമായി സമാധാനമുണ്ടോ? ഞാൻ സ്വർഗത്തിലേക്കാണ് പോകുന്നതെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് മാപ്പ് നൽകപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു? ജോയ്സ്, എനിക്ക് ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാനാവില്ലെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഇപ്പോൾ നിങ്ങളെ എന്നോടൊത്ത് പ്രാർത്ഥിക്കാൻ വിളിക്കുകയാണ്. ഓർമ്മിക്കുക, നിങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഉടമ്പടി എടുക്കുകയാണ്. ദൈവത്തിന് നിങ്ങളുടെ ജീവിതം നൽകുന്നു, അവൻ തന്നെ നിങ്ങൾക്കും നൽകുന്നതാണ്. ഇതുകൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അദൃശ്യമാകുമെന്നല്ല, പക്ഷേ ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ സ്വയം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. കാരണം യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല, പക്ഷേ ഭൂമിയുടെ അവസാനത്തോളം ഞാൻ നിങ്ങളോടൊത്തുണ്ടാവും.
ഈ ഉടമ്പടി എടുക്കാൻ തയ്യാറാണെങ്കിൽ എന്നോടുകൂടി ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കൂ. പിതാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. യേശുവേ, ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു. അങ്ങ് എനിക്കായി മരിച്ചെന്ന് വിശ്വസിക്കുന്നു. എനിക്കായി അങ്ങ് രക്തം ചൊരിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ഞാനൊരു പാപിയാണെന്ന് എനിക്കറിയാം. എൻ്റെ പാപങ്ങൾക്കായി ഞാൻ സഹതപിക്കുന്നു. എനിക്ക് മാറാൻ ആഗ്രഹമുണ്ട്. യേശുവേ, ഞാൻ അങ്ങയെ എൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുന്നു. എൻ്റെ നീതിയായി അങ്ങയെ സ്വീകരിക്കുന്നു. അങ്ങയുടെ രക്തത്തിൽ എന്നെ കഴുകി ഒരു പുതിയ മനുഷ്യനാക്കണമേ. യേശുവിലൂടെ എനിക്ക് ദൈവവുമായി ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണെന്ന് വിശ്വസിക്കുന്നു. എന്നാലാവുന്നതെല്ലാം ഞാൻ പഠിക്കാൻ പോവുകയാണ്. അങ്ങനെ ദൈവമേ, ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കെ ജനങ്ങൾക്ക് അനുഗ്രഹമായി മാറും. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നാം വിശ്വാസത്തിലാണ്, കാഴ്ചയാലല്ല നടക്കുന്നതെന്ന് ബൈബിളിലുണ്ട്. നമ്മുടെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ല എന്നർത്ഥം. നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ചിലത് തോന്നിയിട്ടുണ്ടാവും. ഒരു ഭാരം ഒഴിഞ്ഞതുപോലെയുള്ള ആശ്വാസം അനുഭവപ്പെടുന്നുണ്ടാവും. വേറെ ചില വികാരങ്ങൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഒന്നുമല്ല എന്ന് തോന്നിയിരിക്കാം. എന്നാൽ എൻ്റെ കൂടെ ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ യേശു നിങ്ങളുടെ ഉള്ളിൽ വസിക്കാനായി വന്നിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും മാറ്റങ്ങൾ കാണാൻ തുടങ്ങും. പക്ഷേ നിങ്ങളിപ്പോൾ പഠിക്കണം. നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വാസിയായി വളരേണ്ടത് അത്യാവശ്യമാണ്. സ്ക്രീനിൽ ഒരു നമ്പർ നൽകിയിട്ടുണ്ട്. ഈ വളർച്ചയിൽ നിങ്ങളെ സഹായിക്കാനായി വേണ്ട വിവരങ്ങൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വിളിക്കുവിൻ. സംശയ നിവാരണങ്ങൾക്കുമായി ഞങ്ങളുടെ ഓഫർ കാത്തിരിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവരാജ്യത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയില്ല, ജോയ്സ് മേയർ മിനിസ്ട്രീസിൽ നിങ്ങളും ഒരു പ്രധാന വ്യക്തിയാണ്. ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു. മിനിസ്ട്രീസിലെ അംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു. നാം ഒത്തുചേർന്ന് വിശക്കുന്നവർക്ക് ആഹാരവും വസ്ത്രവും ലോകത്തിന് സുവിശേഷവും നൽകുന്നു. നിങ്ങളുടെ പ്രാർത്ഥന സഫലമാകാൻ, ഈ മഹാസമ്മേളനത്തെക്കുറിച്ചറിയാൻ, യേശുക്രിസ്തുവിന്റെ സ്നേഹം ലോകത്തെ അറിയിക്കാൻ, അതിന് ഞങ്ങളോടൊത്ത് പങ്കാളികളാകാൻ ഞങ്ങളുമായി ബന്ധപ്പെടൂ. അല്ലെങ്കിൽ JMMindia.org ലോഗോൺ ചെയ്യൂ.